നമ്മൾ പരപ്പനങ്ങാടി ഹാർബറിൽ പുതുതായിട്ട് വന്ന ബോട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലാണ് ഒരു പിരിവ് നടക്കുന്നത് കണ്ട്. മുതുപ്പറമ്പ് സ്വദേശിയായ സൈനുദ്ദീൻ മകൻ മുഹമ്മദ് ഷാമിൽ എന്ന ഷാമിൽ മോൻ്റെ ചികിത്സാ സഹായത്തോടനുബന്ധിച്ച് നടക്കുന്ന പിരിവാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ സഞ്ചരിച്ച കാറിലേക്കും സഹായം തേടിയുള്ള പിരിവ് ബക്കറ്റ് എത്തിയപ്പോൾ സൽമാൻ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് അതിലേക്ക് ഇടുകയും ഡ്രൈവറോട് വണ്ടി സൈഡാക്കാൻ പറയുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു പിരിവ് ബക്കറ്റ് വാങ്ങി ആ വഴി വന്ന എല്ലാ വാഹനങ്ങളിലേക്കും സഹായം തേടി സൽമാൻ പോവുകയും ചെയ്തു. SMA സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന മാരക രോഗമാണ് മുഹമ്മദ് ഷാമിലിന് പിടികൂടിയത്. ഒരു വർഷം ചികിത്സക്കായി 75 ലക്ഷം രൂപയോളം ആവശ്യമാണ്. അങ്ങനെ 4 വർഷം തുടർച്ചയായ ചികിത്സ ഷാമിൽ മോന് അനിവാര്യമാണ്. കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി നാടൊരുമിക്കേണ്ട സമയമാണിത്. ഒരു വർഷം ഏകദേശം 75 ലക്ഷത്തോളം രൂപ മരുന്നിന് ആവശ്യമാണ്. 4 വർഷം തുടർച്ചയായി മരുന്ന് കുത്തിവെക്കണം. 3 കോടിക്ക് മുകളിൽ സമാഹരിക്കണം. മുതുപറമ്പ് ഗാലക്സി. ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. അത്ര നേരം വണ്ടിയിലിരുന്ന് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം, ഒരു മന്തിക്കട കണ്ടു കഴിഞ്ഞാൽ സൈഡാക്ക്, ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സൽമാന് അവിടെ എത്തിയപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതെല്ലാം മറന്നത് മാത്രമല്ല, ഭയങ്കര ആക്റ്റീവായിട്ട് അവരുടെ കൂടെ ഓരോ വാഹനങ്ങളിലേക്കും ചെന്നിട്ടും പിരിവ് നടത്താനും സൽമാൻ തയ്യാറായി. പിന്നെയും തരുന്നു. സൽമാൻ അതിന് നമ്മൾ വന്ന വണ്ടിയാണോ? അതിന് നമ്മൾ വന്ന വണ്ടിയാണ്. ഏതാ ഇടക്കാരനറിയ ഇങ്ങോട്ട് ഞമ്മക്ക്. ഹലോ, പ്രിയപ്പെട്ടവരെ, മുതുപറമ്പ് എന്ന് പറഞ്ഞ പ്രദേശത്ത് 14 വയസ്സുള്ള ഷാമിൽ മോൻ എന്ന് പറയുന്ന കുട്ടിക്ക് SMA എന്ന് പറയുന്ന രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിവ് നടക്കുകയാണ്. ഞങ്ങൾ മുതുപറമ്പ് ഗാലക്സി എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രവർത്തകരോടൊപ്പം ഈ വലിയ പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങൾ ഇവിടെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സൽമാൻ ഇവിടെ നമ്മുടെ പരപ്പനങ്ങാടി ഒരു പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതിലൂടെ കടന്നു പോവുകയായിരുന്നു. സൽമാൻ ഇവിടെ ഇറങ്ങുക മാത്രമല്ല, ഒരുപാട് വണ്ടികളിൽ കയറി പ്രിയപ്പെട്ട സൽമാൻ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. പ്രിയപ്പെട്ട സൽമാനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഷാമിൽ മോനെ ചേർത്ത് പിടിക്കുകയാണ്. സൽമാൻ ഒരു പക്ഷേ വണ്ടിയിൽ ബക്കറ്റ് നീട്ടിയപ്പോൾ ഞങ്ങളോടൊപ്പം ഇറങ്ങി ഒരുപാട് വണ്ടികളിൽ കയറി ഈ ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ പറമ്പല്ല, ഇത് മനസ്സിന്റെ ഹൃദയമുള്ള ഏറ്റവും നന്മ നിറഞ്ഞ വലിയ പറമ്പാണ് എന്ന് പറയാൻ മുതുപറമ്പത്തുകാരനായ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ആളുകൾ ഒരു പക്ഷേ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളെ മുതുപറമ്പത്തെ ഒരു കുട്ടിക്ക് വേണ്ടി ഈ വലിയ പറമ്പ്, കോട്ടക്കൽ പുത്തൂരിനടുത്തുള്ള വലിയ പറമ്പാണ് ഈ പ്രദേശം, ചപ്പനങ്ങാടിക്കടുത്തുള്ള ഈ പ്രദേശത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഏകദേശം 35ഓളം കിലോമീറ്റർ ഉണ്ട്. അവിടെയുള്ള ഇവിടുത്തെ പ്രദേശത്തെ ഈ നാട്ടുകാർ ഞങ്ങളെ എത്രമാത്രം സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിച്ച്. മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, ഇവിടുത്തെ ക്ലബിന്റെ ആളുകളുണ്ട്, എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ, പ്രത്യേകിച്ച് സൽമാനോട്. കാരണം ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ സെലിബ്രിറ്റികൾ ഇനിയും നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സൽമാനെ പോലെയുള്ള നല്ല ഈ മനസ്സിന് പ്രത്യേകം മുതുപറമ്പിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയും വലിയ പറമ്പിലുള്ള ഈ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. ഫുള്ള് പൈസ കുട്ടിയുടെ അമ്മയാണ്, കുട്ടിയാണ് ഉമ്മാണ്. ഫുള്ള് പൈസ കിട്ടി. ബഹുമാനികളെ, നമ്മളൊക്കെ ഇവിടെ അനൗൺസ് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പരിതാപകരമായ അവസ്ഥയാണ് അനൗൺസ് കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ണീര് വന്നിട്ടുണ്ട് ഈ അനൗൺസ് കേട്ടിട്ട്. അല്ലാഹു ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരും കഴിയുന്ന സഹായം പരമാവധി ചെയ്ത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും പൂർണ്ണ സഹകരണം ചെയ്യണമെന്നും നല്ലവണ്ണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഇവിടെ കൂടിയവരോടും ഇത് കേൾക്കുന്ന മറ്റുള്ളവരോടും എല്ലാവരും അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.